അസ്സലാമു അലൈക്കും. നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ ആബിദിൻ്റെ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. കുഞ്ഞല്ലേ, അതിനോട് എന്ത് പോര് കാണിക്കാനാ? സഹോദരങ്ങൾ തന്നെയാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പക നൽകിയത്. മൊയ്ത് ഹാജിയോടും ആബിദിനോടുമൊക്കെ എതിർപ്പുണ്ടെങ്കിലും കുഞ്ഞുങ്ങളോട് ആ പോര് കാണിക്കാനൊന്നും അവർക്കാവില്ല. അത്രയും മനസാക്ഷിയില്ലാത്തവർ അല്ലായിരുന്നു അവർ. മഞ്ഞപ്പിത്തം പിടിച്ചതിനാൽ 2 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഇഞ്ചക്ഷനും മരുന്നുകളൊക്കെയായി ഹോസ്പിറ്റലിൽ ക്യാഷ് ഒരുപാടായി. അതിനേക്കാൾ കൂടുതൽ ആ കുഞ്ഞാകെ തളർന്നിരുന്നു. എല്ലും തോലുമായി കണ്ണുകൾ കുഴിയിലേക്ക് ചാടി. ആര് കണ്ടാലും സങ്കടം തോന്നി പോകുന്ന പോലെ അവസ്ഥ. ആയിഷുമ്മയുടെ ഇടയ്ക്കിടയ്ക്കുള്ള കുറ്റപ്പെടുത്തലും ആബിദിൻ്റെ ദേഷ്യം വരുമ്പോഴുള്ള അടിയും കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടുള്ള സങ്കടവും എല്ലാം റസിയയിലും ജീവിക്കാനുള്ള ആഗ്രഹമേ ഇല്ലാതാക്കിയിരുന്നു. എല്ലാം തൻ്റെ കുഞ്ഞിന് വേണ്ടി സഹിച്ച് ജീവിക്കുന്നു. അതെ, അവനില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേനെ. അല്ലെങ്കിലും അവനൊരാൾക്ക് വേണ്ടിയാണല്ലോ താൻ ഈ വിവാഹത്തിന് പോലും സമ്മതിച്ചത്. കാരണം ഉപ്പയുടെ മരണത്തിന് കാരണമായവനെ തന്നെ പ്രേമം നടിച്ച് വിവാഹം കഴിച്ചത്. തന്നെ ഉപദ്രവിച്ചതിനെല്ലാം കൊതിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസം ദൂരമല്ല. ചാച്ചു സ്വന്തം കുഞ്ഞല്ല, തനിക്കൊരു ഉപ്പയാകാനുള്ള കഴിവില്ലെന്ന് അറിയുന്ന നിമിഷം തീരും ഉമ്മയുടെയും മോൻ്റെയും അഹങ്കാരം. അവളുടെ മനസ്സിൽ ആ അവസ്ഥയിലും പക എരിഞ്ഞു. ചാച്ചുവിന് ഒരുപാട് ഇഷ്ടമാണ് ആബിദിനെ. ആദ്യമൊന്നും വലിയ അടുപ്പം കാണിക്കാത്തവൻ പിന്നെ എപ്പോഴാണ് കുഞ്ഞിനോട് അടുത്തതെന്നറിയില്ല. ഹോസ്പിറ്റലിലെ ചിലവുകൾ സഹോദരന്മാരായിരുന്നു നോക്കിയത്. ആബിദിന് ചിലവാക്കിയ കണക്കുകൾ നിരത്തി പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞ് എല്ലാവരും ബഹളം വെച്ചപ്പോൾ ആചാര്യ ചെയ്തിരുന്നു. അവസാനം എല്ലാവരുടെയും പ്രതിഷേധം നിൽക്കെ തന്നെ വീട് ആബിദിൻ്റെ പേരിൽ എഴുതി വെച്ചു. ആചാര്യ ആ കാര്യത്തിൽ മാത്രം ഐഷുമ്മയുടെ തീരുമാനത്തിന് എതിരായിരുന്നു. പക്ഷേ ഐഷുമ്മയുടെ വാശിക്ക് മുന്നിൽ അയാൾ അത് അനുസരിച്ചു. സെജിനയും റഷീദും അവർ തീരുമാനിച്ചതുപോലെ ഒരു വീട് വാങ്ങി. വീട്ടിൽ നിന്നും ഇതിനോടകം വേറെ താമസിക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോഴാണ് ആബിദിൻ്റെ കുഞ്ഞ് ചാച്ചുവിൻ്റെ അസുഖം. കാര്യം സജിനയ്ക്ക് ആബിദിനോട് കലിപ്പും കണ്ടെടുത്തൽ കണ്ടുകൂടായുമാണെങ്കിലും ആ കുഞ്ഞെന്ത് പിഴച്ചു? കുഞ്ഞിങ്ങനെ വയ്യാതെ ഇരിക്കുമ്പോൾ കുടിയിരിക്കൽ സന്തോഷത്തോടെ കഴിക്കുന്നതെങ്ങനെ? മൊയ്ത് ഹാജിയും ഐഷുമ്മയും ഒന്നും സജിനയോട് മിണ്ടാറേയില്ല. നിയാസും ഉപ്പയും ഒന്നും ആ കെട്ടിടം വാങ്ങുന്നതിൽ നിന്നും പിന്തിരിയാതെ ഇരുന്നത് കൊണ്ടായിരുന്നു അത്. റഷീദിനോട് ഹാജിയാരും ഐഷുമ്മയും അതിനെപ്പറ്റി സംസാരിച്ചു. തമ്മിൽ തെറ്റിയതാണ്. അവരോട് അന്ന് തന്നെ വീട് വിട്ട് ഇറങ്ങാനും കൽപ്പിച്ചതാണ്. അല്ലെങ്കിലും വീട് കണ്ടു വെച്ചിരുന്നവർക്ക് അയാൾ പറഞ്ഞപ്പോൾ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട് ഒന്നുമില്ലായിരുന്നു. 2 ദിവസം അവളുടെ വീട്ടിൽ നിൽക്കാം, എന്നിട്ട് പെട്ടെന്ന് തന്നെ കുടിയിരിക്കൽ നടത്താം എന്നൊക്കെ മനസ്സിൽ കരുതി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങിയതുമാണ്. എന്നാൽ മറ്റു സഹോദരങ്ങൾ റഷീദിൻ്റെ കൂടെ തന്നെ നിന്നു. ആദ്യമായി അവർ എല്ലാം ഉപ്പാക്കും ഉമ്മാക്കും എതിരെ സംസാരിച്ചു. അവരെ ഇറക്കിവിട്ടാൽ ആ നിമിഷം തങ്ങളും ഇവിടെ നിന്ന് ഇറങ്ങുമെന്നവർ ഭീഷണി മുഴക്കി. അവസാനം അവരുടെ ഭീഷണിക്ക് മുന്നിൽ ആചാര്യ ഒന്ന് തണുത്തുവെങ്കിലും അവരോട് 2 പേരോടും തീരെ സംസാരിക്കാതായി. കണ്ടാൽ മിണ്ടാതെ ഒരേ വീട്ടിൽ. ഷാക്കിറും നിയാസും ഡൽഹിയിൽ പോയിട്ട് 2 ദിവസമായി. പർച്ചേസും ചുറ്റിക്കറങ്ങലുമെല്ലാം ഇടകലർന്നാണ് ചെയ്തത്. ഇപ്പോൾ ആഗ്രയിലേക്കുള്ള ട്രെയിനിലാണ്. തങ്ങൾ താജ്മഹൽ കാണാൻ പോവുകയാണെന്ന സന്തോഷത്തിലാണ് അവൾ. ചെറുപ്പത്തിൽ മുഗൾ ഭരണം പഠിച്ചപ്പോൾ കേട്ടു മറന്നതാണ് താജ്മഹലിൻ്റെ ഭംഗി. ജീവിതത്തിൽ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ തനിക്ക് അവസാനം ആ ഭാഗ്യവും വന്നു ചേർന്നിരിക്കുന്നു. നിയാസിൻ്റെ കൈകോർത്ത് പിടിച്ച് ട്രെയിനിലെ ഒരരികിലെ സീറ്റിൽ ഇരിക്കുകയാണവൾ. ഇടയ്ക്കിടയ്ക്ക് ഉമ്മയും ഉപ്പയും 2 പേരെയും മാറി മാറി വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവളുടെ ഉമ്മാക്കും ഉപ്പാക്കും അവളും 2 നേരമെങ്കിലും വിളിക്കും. അവരും മകളുടെ പുതിയ ജീവിതത്തിലെ സന്തോഷത്തിൽ ഒരുപാട് സന്തോഷിക്കുകയാണ്. ഇനി ആ മാതാപിതാക്കൾക്ക് തങ്ങൾ പെട്ടെന്ന് മരിച്ചാലും സമാധാനത്തോടെ ആയിരിക്കും ആ മരണം. അവൾ സുരക്ഷിതമായ കയ്യിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അല്ല, സുരക്ഷിതമായ വീട്ടിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവളെ അവിടെ സ്നേഹിക്കാൻ ഉമ്മയും ഉപ്പയും ഉണ്ട്. സ്നേഹനിധിയായ ഒരു ഭർത്താവുമുണ്ട്. ഒരു പക്ഷേ തങ്ങളുടെ 2 മക്കളെ പോലെ അല്ലെങ്കിലും അവർ 2 പേരെക്കാളും കൂടുതൽ സന്തോഷവതി ഇപ്പോൾ ഷാക്കിറായിരിക്കുമെന്ന് അവർക്കറിയാം. നിയാസിൻ്റെ കൈയും പിടിച്ച് താജ്മഹലിന് നേർക്ക് നടക്കുമ്പോൾ ഈ ലോകത്തെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സന്തോഷവതി അവളാണെന്ന് തോന്നി അവൾക്ക്. അവരുടെ പിറകെ തന്നെ 2 കുഞ്ഞുങ്ങളായിട്ടും പ്രണയം ഒട്ടും ചോരാതെ എത്രാമത്തെ തവണയാണ് താജ്മഹൽ സന്ദർശിക്കുന്നത് എന്ന് പോലും കണക്കില്ലാതെ റീനയും എബയും കൈകോർത്ത് വരുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് കൈകോർത്ത് പിടിക്കാനൊക്കെ ചമ്മലായിരുന്നവർ. അവർ അങ്ങനെയാണ് നടക്കുന്നതെന്ന് കണ്ട് തൻ്റെ ചമ്മൽ മാറ്റിവെച്ചു.
ഒരുപാട് വിദേശികൾ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് കണ്ട് ഷാക്കിറ അവളാണ് അങ്ങനെ നടക്കുന്നതെന്ന ഭാവത്തോടെ നടന്ന് തലയും താഴ്ത്തി ആരെങ്കിലും കളിയാക്കി ചിരിക്കുന്നുണ്ടോ എന്ന ഭാവത്തിൽ രണ്ട് കപ്പിൾസും ഒരുപാട് എൻജോയ് ചെയ്തു. ആ യാത്രയിൽ കപ്പിൾസായും ഗ്രൂപ്പായും ഒറ്റക്കായും എല്ലാം ഫോട്ടോ എടുത്തു കൂട്ടി 4 പേരുടെയും ഫോണിൽ. താജ്മഹൽ കണ്ട് എബിയുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങുമെന്നാണ് ഷാക്കിറ കരുതിയിരുന്നത്. എങ്കിലും താജ്മഹൽ വിട്ടിറങ്ങി ഇനി വീട്ടിലേക്കല്ല എന്ന ചോദ്യത്തിന് ഒരു കള്ളച്ചിരിയായിരുന്നു മറുപടി. പിന്നീട് ചാർമിനാറും റെഡ് ഫോർട്ടും ഡൽഹി ജുമാ മസ്ജിദും എല്ലാം കണ്ട് രാത്രിയോട് കൂടിയാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത്. ഫുഡ് കഴിച്ച് വീട്ടിലേക്കുള്ളതും മേടിച്ചിരുന്നു. രാവിലെ മുതലുള്ള യാത്ര 4 പേരെയും നല്ല പോലെ ക്ഷീണിതരാക്കിയിരുന്നു. എന്നാൽ അതുകൊണ്ട് തന്നെ റൂമിലെത്തിയ പാടെ മേൽ കഴുകി കിടന്നു. ഷാക്കിറ കൂടെ കുറച്ചു കഴിഞ്ഞപ്പോൾ നിയാസും. അവൻ്റെ ഹൃദയതാളം അവിടെ പുറത്ത് തട്ടുന്നുണ്ടായിരുന്നു. ഉറങ്ങുമ്പോഴും അവളുടെ ചുണ്ടിൽ അത് അറിഞ്ഞതുപോലെ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. അല്ല മോനെ, ഉദ്ഘാടനത്തിന് ആരെയാ കൊണ്ടുവരുന്നേ? പർച്ചേസും ചുറ്റിക്കറങ്ങലും ഹണിമൂണും എല്ലാം കഴിഞ്ഞു പറഞ്ഞതിലും ദിവസം വൈകി എത്തിയവരോട് പിറ്റേ ദിവസം രാവിലത്തെ ഫുഡും കഴിച്ചിരിക്കുമ്പോഴാണ് ഉമ്മയുടെ ചോദ്യം. ബിൽഡിങ്ങിൽ വേണ്ട വർക്കുകളൊക്കെ ഉപ്പ തന്നെ ചെയ്യിപ്പിച്ചിരുന്നു. ഒരു വാഷ്റൂം ഉണ്ടാക്കുന്നതിൻ്റെ അവസാന മിനുക്കുപണിയിലാണ്. അത് ഇന്നത്തോടെ തീരുകയും ചെയ്തു. എന്നിട്ടും ഇനാഗുറേഷന് ആരെ കൊണ്ടുവരണമെന്നത് ഇതുവരെ തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ? ഉമ്മ ചെറിയ ശാസനയോടെയാണ് പറഞ്ഞത്. എൻ്റെ പൊന്നുമ്മ, അതൊക്കെ നിങ്ങളെ മരുമോളെ അറേഞ്ച്മെൻറ്റ്സ് അല്ലേ. അതൊക്കെ ആ ദിവസം ആ സമയത്ത് എത്തി ചേരും. അതെന്നോർത്ത് ആരും ടെൻഷൻ എടുക്കണ്ട. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതാരാണെന്ന് അറിയണമെന്ന് ഉമ്മക്കും ഉപ്പക്കും ആഗ്രഹം. അത് ആരെയാ മോളെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്? ഉമ്മയാണ് ഷാക്കിറയോട് ചോദിക്കുന്നത്. എന്നോട് പോലും പറഞ്ഞിട്ടില്ല, എന്നിട്ടാണോ നിങ്ങളോട്? നിയാസ് ഒരു പരിഭവത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ആണോ എന്ന നിലയിൽ ഉമ്മയും ഉപ്പയും അവളെ നോക്കി. ഒരു പുഞ്ചിരിയോടെ അവളത് തല എനിക്ക് ശരിവെച്ചപ്പോൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഞങ്ങളോട് പറയരുത് എന്നത് നിയമമല്ലല്ലോ. നീ അറിയണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല, എന്നാലും അവൾ ഞങ്ങളോട് പറയും. നോക്കിക്കോ. ഉമ്മ പിന്നെയും ആരെന്നുള്ള പോലെ അവളെ നോക്കിയപ്പോൾ ഒരു കള്ളച്ചിരിയോടെ സർപ്രൈസ് എന്നും പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി. അവളെങ്ങനെ ചെയ്തതോടെ വീർപ്പിച്ച മുഖവുമായി ഉമ്മയും കഴിക്കാൻ തുടങ്ങി. 2 പേരെയും നോക്കി ഒരു ചിരിയോടെ കഴിക്കൽ തുടർന്ന ഉപ്പ നിയാസിനെ നോക്കി ആരാണെന്ന് മെല്ലെ ചോദിച്ചപ്പോൾ അവൻ വീണ്ടും കൽമറത്തി. നിങ്ങൾ 2 പേരും പറയണ്ട, ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നില്ല. കഴിച്ച പാത്രം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് ഉമ്മ പറഞ്ഞു. ഉപ്പ ഫുഡ്, സ്വീറ്റ്സ് ഇതൊക്കെ ഉപ്പയുടെ ജോലിയിൽപ്പെട്ടതല്ലേ, അപ്പോൾ അതിൽ ഒരാളുടെ എണ്ണം കുറച്ചേക്കണേ. ഷാക്കിറ ചിരിയോടെ പറഞ്ഞുകൊണ്ട് താനും മറ്റുള്ളവരും കഴിച്ച പാത്രം എടുത്തുകൊണ്ട് ഉമ്മയുടെ പിന്നാലെ വേഗം നടന്നു. ഉമ്മയുടെ വീർത്ത മുഖത്തിൻ്റെ സൈഡ് അവൾക്ക് പിറകിൽ നിന്ന് കാണാമായിരുന്നു. ആ വീർപ്പിച്ച മുഖം കാണും തോറും അവളുടെ മുഖത്തെ പുഞ്ചിരി കൂടിക്കൊണ്ടേയിരുന്നു. ഇത്രയും ദിവസത്തെ ലീവിന് ശേഷം നിയാസ് ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിനാൽ അവൻ പോയതോടെ അവൾ തൻ്റെ ഫോണും എടുത്ത് ബെഡിലിരുന്നു. തൻ്റെ വീട്ടിലേക്ക് ഉമ്മാക്കും ഉപ്പാക്കും വിളിച്ചിട്ട് ദിവസം കുറച്ചായി. ഡൽഹിയിലായിരുന്നപ്പോൾ 2 നേരം വിളിക്കുമായിരുന്നു. എങ്കിലും എല്ലാ കാര്യങ്ങളും പറയാനൊന്നും സമയമുണ്ടായിരുന്നില്ല. ഉമ്മയോടും ഉപ്പയോടും കുറച്ച് വിളിച്ച് സംസാരിച്ചു. ഷോപ്പിംഗ് ചെയ്തതിനെ പറ്റിയും കണ്ട സ്ഥലത്തെ പറ്റിയും ഒക്കെയുള്ള വിവരണം കൊണ്ട് ആ സംഭാഷണം നീണ്ടുപോയി. അവസാനം ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തന്നെ 2 പേരോടും വീട്ടിലേക്ക് കൊണ്ടുവരാനും നിയാസ് കൊണ്ടുവരാൻ വരുമെന്നും ഡ്രസ്സുകളും മരുന്നും പാക്ക് ചെയ്ത് വെക്കാനും പറഞ്ഞു. അത് കേട്ടതോടെ അവർക്ക് 2 പേർക്കും അവിടെ പോയി നിൽക്കുന്നതിൽ ജാള്യത തോന്നി. തങ്ങളുടെ മകൾ അവിടെ സന്തോഷവതിയാണെന്ന് അവർക്കറിയാമായിരുന്നു. തങ്ങൾ ചെല്ലുന്നതും നിൽക്കുന്നതും എല്ലാവർക്കും സന്തോഷമാണെന്നും അറിയാം. കുറേയായി അവിടെ വീട് പൂട്ടി വരാൻ വേണ്ടി പറയാൻ തുടങ്ങിയിട്ട്. പക്ഷെ കേൾക്കണ്ടേ, അവർക്ക് അവിടെ വിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ ബുദ്ധിമുട്ട്. മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ട വീടല്ലേ അത്. കൂടാതെ അവരോടൊപ്പം ഉമ്മയും ഉപ്പയുണ്ട്. അതിൻ്റെ കൂടെ തങ്ങൾ കൂടി അവിടെ പോയി നിൽക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലാണ്. കെട്ടിച്ചു വിട്ട പെൺമക്കളെ ബുദ്ധിമുട്ടിക്കാൻ ഉള്ള മടിയുണ്ട്. അവൾ തന്നെ സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരുപാട് അനുഭവിച്ചവളാണ്. അവളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക, അത് മാത്രമാണ് അവർ ചെയ്തു പോരുന്നത്. അവളുടെ അവിടുത്തെ എന്നല്ല, മറ്റു 2 മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടും ഒരു ദിവസം പോലും അവിടെ അന്തി ഉറങ്ങിയിട്ടില്ല. അവരുടെ മുകളിൽ നിന്നും അവർക്ക് നിൽക്കാൻ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഷാക്കിറ ഉറപ്പായും നിയാസ് വരുമെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വെച്ചു. അവൾക്കറിയാമായിരുന്നു ഇവിടെ വന്ന് നിൽക്കുന്നതിൽ അവർക്ക് താല്പര്യമില്ലെന്ന്. പക്ഷെ ഉമ്മയും ഉപ്പയും അത്രക്കും തന്നോട് പറഞ്ഞതാണ്.
അവരെ തനിച്ച് അവിടെ നിർത്തണ്ട, ഇവിടെ വന്ന് നിൽക്കാൻ പറയുന്നു. സ്ഥിരമായി വന്നു നിൽക്കില്ല എന്നറിയാം, എന്നാൽ പിന്നെ ഉദ്ഘാടനം അടുപ്പിച്ച് കുറച്ച് ദിവസം വന്നു നിന്നുകൂടെ എന്നവൾ മനസ്സിലോർത്തു. തൻ്റെ നല്ലൊരു ദിവസം നോക്കി തന്നെ ഉദ്ഘാടനം തീരുമാനിച്ചു. ഷാക്കിറ അവളുടെ സഹോദരിമാർക്കും ഡേറ്റ് ഫിക്സ് ചെയ്തതും മറ്റും വിളിച്ചു പറഞ്ഞു. ഇത്താത്ത, ഞങ്ങൾക്ക് സന്തോഷമായി. അന്ന് ഞങ്ങൾ ഇത്താത്തയെ അവിടെ നിന്ന് കൊണ്ട് വന്നില്ലായിരുന്നെങ്കിലേ ചിലപ്പോൾ ഞങ്ങളുടെ ഇത്താത്തയുടെ മയ്യത്തായിരിക്കും കാണുക. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരെക്കാളും കൂടുതൽ സുഖവും സന്തോഷം കിട്ടുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. റീമ സെൻറ്റി അടിച്ചു പറഞ്ഞപ്പോൾ അവളുടെയും കണ്ണുകൾ നിറഞ്ഞു. അവൾ പറഞ്ഞത് നേരെ തന്നെയായിരുന്നു. കുറച്ചു കാലം കൂടി ആബിദിൻ്റെ വീട്ടിൽ നിൽക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായും താനിപ്പോൾ ആയുസ്സെത്താതെ മണ്ണിടിഞ്ഞു പോയേനെ. ഫെബി വിളിച്ചപ്പോൾ അവൾക്ക് ഏറെ പറയാനുണ്ടായിരുന്നു. താൻ ഏറെ ആഗ്രഹിച്ച സ്ഥലങ്ങളിലെല്ലാം ഇത്താത്താക്ക് കാണാൻ പറ്റിയെന്നുള്ളത്, കൂടാതെ ഷാക്കിറ അയച്ചു കൊടുത്ത ഫോട്ടോസിൻ്റെ ഭംഗിയെക്കുറിച്ചും. സംസാരം ഉദ്ഘാടനത്തിൽ ചെന്ന് എത്തിയപ്പോൾ അവൾ ലീവ് എടുത്ത് വരാമെന്ന് അറിയിച്ചപ്പോൾ ഷാക്കിറക്കും സന്തോഷമായി. രണ്ടുപേരോടും അവൾ ഉമ്മയെയും ഉപ്പയെയും കുറച്ച് ദിവസം ഇവിടെ നിർത്തുന്നതിനെ പറ്റി സംസാരിച്ചിരുന്നു. അവർക്ക് താല്പര്യമാണെങ്കിൽ നിൽക്കട്ടെ എന്നൊരു മറുപടിയാണ് അവർ പറഞ്ഞത്. ഫോൺ വിളി അവസാനിപ്പിച്ച് അവൾ വീട്ടുജോലി തീർക്കാൻ തുടങ്ങി. ഉമ്മ അവളോടൊപ്പം എല്ലാ ജോലിയും ചെയ്യുന്നുണ്ടെങ്കിലും അവളെ കാണുമ്പോൾ ഒന്നും മിണ്ടാതിരുന്നു. അങ്ങനെ ഉദ്ഘാടന ദിവസം വന്നെത്തി. മോളെ, ഇതിട്ടാൽ നല്ലതാവില്ലേ? ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം പിണക്കമെല്ലാം മറന്ന് ഷാക്കിറയോടും നിയാസിനോടും ഉപ്പയോടുമായി ഉമ്മ ചോദിച്ചു. ഉപ്പാ, ഉദ്ഘാടനത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ എന്തിനാ നാളെയൊക്കെ നല്ല ഡ്രസ്സ് ഇടണേ? പൊട്ടി വന്ന ചിരി കൈകൊണ്ട് മറച്ചുകൊണ്ട് ഉപ്പയോടായി ചോദിക്കും പോലെ ചോദിക്കൂ. ഹയ്യാ, അങ്ങനെ പോരും, സന്തോഷിക്കണ്ട, ഞാനും വരും, ഉമ്മ പറഞ്ഞുകൊണ്ടുപോയി. എങ്ങോട്ടാ രണ്ടുപേരും? ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നതായിരുന്നു സെജിനയും റഷീദും. അത് കണ്ടുകൊണ്ടുവന്ന മൊയ്തു ഹാജിയും ഐഷുമ്മയും അവരോട് രണ്ടുപേരോടുമായി ചോദിച്ചു. ഉദ്ഘാടനത്തിന് പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അത് ചോദിച്ചത്. ആബിദിന് ആ കെട്ടിടം കിട്ടാത്തതിൻ്റെ എല്ലാവിധ ദേഷ്യവും അവർ രണ്ടുപേരും കൂടെ കാണിച്ചു. ഉദ്ഘാടനത്തിന് പോവുകയാണെങ്കിലേ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരണ്ട കേട്ടോ. ആജിയാർക്ക് അറിയാമായിരുന്നു അവരോട് അത്രയും കർശനമായി പറഞ്ഞാൽ തൻ്റെ വാക്ക് ധിക്കരിച്ചു പോകില്ലെന്ന്. പക്ഷേ അയാളുടെ ചിന്തകൾ മറികടന്നുകൊണ്ട് അവർ രണ്ടുപേരും ഭീഷണിയൊന്നും വകവെക്കാതെ ഇറങ്ങി. ആബിദ് അവരുടെ പോക്ക് നോക്കി നിന്നു. തൻ്റെ വീട്ടിൽ പണിയെടുത്ത് നടുവടിഞ്ഞു നിന്നിരുന്ന ഒരു പെണ്ണിൻ്റെ രൂപം മനസ്സിലേക്ക് വന്നു. അവിടുന്ന് സ്വന്തമായൊരു ബിസിനസ് തുടങ്ങുന്നു. പണത്തിന് മുകളിൽ കഴിഞ്ഞിരുന്ന താനിന് കൂലിയും വേലയും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറയുന്നത്. തൻ്റെ വീട്ടിൽ നിന്നും ആരുടെയും സഹായമില്ലാതെ അവളുടെ വീട്ടിലേക്ക് പോലും പോകാൻ കഴിയാതിരുന്നവളാണ് ഇന്നിപ്പോൾ. ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് എപ്പോഴും റസിയ പറയുന്നത് കേട്ടു, ഈ വീട്ടിൽ നിന്ന് പോയാൽ രക്ഷപ്പെടുമെന്ന്. ഉദാഹരണമായി പറഞ്ഞതോ ഷാക്കിറയും. അവൾ ഡൽഹി മുഴുവനും കറങ്ങിയത്രേ. സെജിനയുടെ ഫോണിലെ സ്റ്റാറ്റസ് കണ്ടതാണെന്ന്. അവർ രണ്ടുപേരും ഉള്ള പല രീതിയിലുള്ള പോസ്റ്റ് ചെയ്ത ഫോട്ടോസ് എല്ലാം നല്ല രസമുള്ളതാണെന്ന്. റസിയയും ഫോട്ടോയിലൂടെ ആണെങ്കിലും ഷാക്കിറയിൽ വന്ന മാറ്റങ്ങൾ കാണുകയായിരുന്നു. ഇവിടെ ഉള്ളപ്പോൾ എപ്പോഴത്തെയും കൂടെ അവളെ കാണുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്നത് പകലും രാത്രിയും പോലെയാണ്. മങ്ങിപ്പോയിരുന്ന കണ്ണുകൾക്ക് ഇപ്പോഴെന്ത് തിളക്കാണ്. കണ്ണുകൾ പോലും ചിരിക്കുന്നതായിട്ട് തോന്നും. റസിയ പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടേയിരുന്നു. അവനങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. താനായി നഷ്ടപ്പെടുത്തിയതാണ്. എന്നാൽ എന്താ, തനിക്കൊരു കുഞ്ഞായില്ലേ? അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായില്ലേ? എന്നിട്ടും വയറ്റിലൊന്നുമില്ലല്ലോ. അവനെങ്ങനെ ഓർത്ത് സമാധാനം കൊണ്ടു. ഉദ്ഘാടനത്തിന് ധരിക്കാൻ ഷാക്കിറ തന്നെയാണ് എല്ലാവർക്കും ഡ്രസ്സ് ചെയ്തത്. ഒരേ കളറിൽ 4 പേരും തിളങ്ങി. എന്തിടുമെന്നോർത്ത് 4 ദിക്കും ഓടിയിരുന്ന ഉമ്മാക്ക് അവൾ ഡ്രസ്സ് നൽകിയപ്പോൾ സന്തോഷമായെങ്കിലും പരിഭവം മായാതെ കിടക്കുന്നത് കൊണ്ട് ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി പോലും തെളിഞ്ഞില്ല. അവളുടെ ഉമ്മാക്കും ഉപ്പാക്കും അവൾ അതേപോലെ കളർ തന്നെയാണ് എടുത്തത്. ചെറിയ വെറൈറ്റി ഡിസൈനൊക്കെ ചെയ്ത് എടുത്തത് കൊണ്ട് വ്യത്യസ്തത നിലനിർത്താൻ കഴിഞ്ഞു. അവളുടെ അനിയത്തിയും കുടുംബവും രാവിലെ തന്നെ എത്തി. അതുപോലെ സെജിനയും റഷീദും. പിന്നെ തൊട്ട അയൽവക്കത്തുള്ളവരും ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത കുടുംബം, സഹോദരിമാരും ഉമ്മയും ഉപ്പയും എല്ലാം വന്നു. ഉദ്ഘാടനത്തിന് സമയമായപ്പോൾ അവൾ ഉമ്മയെയും ഉപ്പയെയും വിളിച്ചു. എങ്കിലും ഉപ്പ ബാക്കിലേക്ക് നിന്നു. നിങ്ങൾ 2 ഉമ്മമാരാകട്ടെ ഉദ്ഘാടകർ എന്നും പറഞ്ഞ് അവരെ 2 പേരെയും മുന്നിലേക്ക് നിർത്തി. 2 പേരുടെയും കണ്ണിൽ നിന്ന് സന്തോഷക്കണ്ണീർ പൊടിഞ്ഞു. ആദ്യമായാണ് വീട്ടിലല്ലാത്തൊരു ചടങ്ങിന് കൂടുന്നത് തന്നെ.
ആ സ്ഥിതിയിൽ ഉദ്ഘാടനം നടത്തുക എന്ന കാര്യം ഇനി ഈ ജന്മത്ത് നടക്കാത്ത കാര്യമാണ്. രണ്ട് ഉമ്മമാരും മറ്റുള്ളവരുടെ നിർബന്ധം മൂലം മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് കടയ്ക്ക് ഉള്ളിലേക്ക് കടന്നു. ഉദ്ഘാടനം കെങ്കേമമായിട്ട് തന്നെ നടന്നു. ആദ്യ വിൽപ്പന ഷാക്കിരയുടെ അനിയത്തി വാങ്ങിയും വിൽപ്പന ഉപ്പയും നിർവഹിച്ചു. മധുരം നൽകലും പിന്നെ അപ്പുറത്ത് ചെറിയൊരു പാർട്ടിയും എല്ലാ സെറ്റിങ്സും ഡിസൈൻസും എല്ലാവർക്കും ഇഷ്ടമായി. ചെറിയൊരു പരസ്യം കൊടുത്തത് കൊണ്ട് തന്നെ അധികമൊന്നുമില്ലെങ്കിലും അന്നത്തെ ദിവസം അത്യാവശ്യം നല്ല കച്ചവടം തന്നെ കിട്ടി. എല്ലാം നല്ല ഡിസൈൻ ആയതിനാൽ തന്നെ വരുന്നവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറും ഉണ്ടായിരുന്നു. കണ്ടാൽ തന്നെ ഒന്ന് ഇട്ടു നോക്കാൻ തോന്നും വിധം ഉള്ള ഡിസൈനും കളറുകളും നിർദ്ദേശിച്ചത് എബിയായിരുന്നു. അവൻ്റെ ആ ട്രിക്ക് ഇവിടെ ക്ലിക്കായി എന്ന് വേണം പറയാൻ. അവർ രണ്ടുപേരും വന്നിട്ട് എബിയുടെ വീട്ടിലാണ് നിന്നിരുന്നത്. ഉദ്ഘാടനത്തിന് രാവിലെ മാത്രമേ എത്തിയിരുന്നുള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചു പോകണമെന്നൊന്നും തോന്നിയില്ല. 2 സ്റ്റാഫുകളെ മാത്രമേ നിർത്തിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ എല്ലാം വന്ന് അവിടെ സെയിൽസ്മാൻമാരും സെയിൽസ് ഗേൾസുമായി. എല്ലാവർക്കും സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെജിന തങ്ങളുടെ കുടിയിരിക്കൽ എല്ലാവരോടും പറഞ്ഞു. അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതും ഇന്നിനി തിരിച്ച് അവിടേക്ക് ചെല്ലാൻ കഴിയില്ല എന്നുള്ളതും അവരിൽ നിന്ന് മറച്ചുവെച്ചു. കുറച്ചായി കുടിയിരിക്കൽ നീണ്ടുപോയതാണെന്നും ആബിദിൻ്റെ കുഞ്ഞിന് വയ്യാത്തത് കൊണ്ടായിരുന്നു അതെന്നും അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കഴിക്കുന്നത് എന്നും പറഞ്ഞു. നിർബന്ധമായും എല്ലാവരും വരണമെന്നും ഷാക്കിറയോടും പ്രത്യേകിച്ചും പറഞ്ഞു. ആബിദോ ഐഷുമയോ ഉണ്ടാകുമെന്ന് കരുതി വരാതിരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചാണ് സെജിന അവിടെ നിന്ന് മടങ്ങിയത്. ഡിസ്പ്ലേ ഇട്ടിരുന്ന ഒട്ടുമിക്കതും വിറ്റുപോയപ്പോൾ അവർ വീണ്ടും ഡിസ്പ്ലേ ഫുൾ കഴിയുന്നതിനനുസരിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. വൈകുന്നേരം 7 മണി വരെ മാത്രമേ ഷോപ്പ് ഉണ്ടാകൂ എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. ഉദ്ഘാടന ദിവസം ആയതുകൊണ്ടാണെന്നറിയില്ല, അത്യാവശ്യം സെയിലുണ്ടായിരുന്നു. 2 ഉമ്മമാരും ഉപ്പമാരും ഷാക്കിറയും ഷോപ്പടച്ചു ആണ് വീട്ടിലേക്ക് പോയത്. നിയാസ് ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഷാക്കിറയുടെ അനിയത്തിയും ഫാമിലിയും വൈകുന്നേരത്തോടെ മടങ്ങിയിരുന്നു. അന്നത്തെ സെയിലിനെ പറ്റിയും എങ്ങനെയെല്ലാം സെയിൽ മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ചും എല്ലാം അവർ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് നിയാസ് ഹോസ്പിറ്റലിൽ നിന്നും എത്തുന്നത്. അതോടെ അവൻ കുളിച്ചു വരുമ്പോഴേക്കും ഫുഡ് എടുത്ത് വെച്ചു ഉമ്മയും ഷാക്കിറയുടെ കൂടെ. ഷാക്കിറയുടെ ഉമ്മയും ഉപ്പയും കുറച്ച് ദിവസം കഴിഞ്ഞേ പോവൂ. 6 പേരും കൂടെ ഫുഡ് കഴിക്കുമ്പോൾ ആദ്യത്തെ ദിവസത്തെ പറ്റിയായിരുന്നു സംസാരം. സെയിൽ മാത്രമല്ല, പുതിയ ഫാഷനെയും ട്രെൻഡിനെയും ആളുകളെ എങ്ങനെ ആകർഷിക്കാം എന്നതിനെക്കുറിച്ചും എല്ലാം ഓരോരുത്തരും അവരുടെ അറിവിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. സെജിനയുടെ ഹൗസ് വാങ്ങിങ്ങിന് എന്താ നമ്മൾ കൊടുക്കുക? ഷോപ്പിൻ്റെ ടോപ്പിക് മതിയാക്കി നിയാസ് സെജിനയുടെ കുടിയിരിക്കലിനെ കുറിച്ച് സംസാരിച്ചു. മോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് പറയാതിരുന്നതാണ്. ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് വന്നതുകൊണ്ട് തന്നെ അവരോട് ഇനി വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അവളുടെ ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. അവരിപ്പോൾ അവിടെ ആണല്ലോ. ഉമ്മ സെജിനയുടെ ഉമ്മയിൽ നിന്ന് മറിഞ്ഞ കാര്യങ്ങൾ അവർക്ക് മുന്നിൽ പറഞ്ഞു. ഓ, എന്തൊരു മനുഷ്യരാ അവരൊക്കെ! അവർക്കൊന്ന് മരിച്ചു പോവുള്ളതല്ലേ? എന്താ അവരൊക്കൊരു വിചാരം? ഉപ്പ ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. ഒരാൾ ഇവിടെ പണ്ട് അനുഭവിച്ചതൊക്കെ ഓർത്തിരിക്കുക. ഷാക്കിറ കഴിക്കാതെ പാത്രത്തിൽ വരച്ചു കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിയാസ് പറഞ്ഞു. മോളെന്തിനാ പണ്ടത്തതല്ല ഓർക്കണേ? ഇപ്പോൾ ഇവിടെ അല്ലേ, പിന്നെ കുടിയിരിക്കൽ ചടങ്ങിന് പോകുന്നതിന് ഒഴിച്ചുകൂടാൻ പറ്റൂല. മോൾ അതിന് മൊയ്ത് ഹാജിയുടെ വീട്ടിലേക്കല്ലല്ലോ പോകുന്നത്, നിന്റെ നാത്തൂൻ്റെ വീട്ടിലേക്കാണ്. ഉമ്മ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും ഷാക്കിറയ്ക്ക് സെജിനയുടെ വീട്ടിൽ പോകുക എന്നുള്ളത് ഓർക്കാൻ കൂടി കഴിയില്ലായിരുന്നു. ഐഷുമ്മയെ ഇനി ജന്മത്ത് കാണരുത് എന്നാണ് ആഗ്രഹവും പ്രാർത്ഥനയും. ഐഷുമ്മ മാത്രമല്ല, ആബിദും റസിയയും വീട്ടിലെ മറ്റ് സഹോദരന്മാരും ഫാമിലിയും പിന്നെ പെങ്ങന്മാരും എല്ലാവരും ഉണ്ടാവും. എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യും? അവരൊക്കെ ഇത്രയും വർഷത്തിന് ശേഷം തന്നെ കാണുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? വെറുപ്പോ പരിഹാസമോ ദേഷ്യമോ? അവൾക്ക് പിന്നെ പോകുന്നതോർത്ത് ടെൻഷനായി. എത്ര ഓർക്കണ്ടെന്ന് വിചാരിച്ചാലും മനസ്സിൽ എങ്ങനെ അവിടേക്ക് പോകുമെന്ന ചിന്ത മാത്രം ബാക്കിയായി. ഷോപ്പിൽ മുഴുവനും ആയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. 2 ദിവസം കഴിഞ്ഞാൽ കാണേണ്ടി വരുന്നവരെ ഓർത്ത് മാത്രം ആയി ചിന്തകൾ. ഉമ്മയും ഉപ്പയും ഷോപ്പിലേക്ക് വരുന്നത് അവൾക്കൊരു ആശ്വാസമായി. നിയാസ് അവളുടെ ടെൻഷൻ കണ്ട് അവളെ നോർമലാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് പലരും സംസാരിച്ചെങ്കിലും അതൊന്നും അവളിലേറ്റില്ല. താൻ എന്ത് പറഞ്ഞിട്ടും ആശ്വസിപ്പിച്ചിട്ടും കാര്യമില്ലെന്ന് കണ്ടവൻ അത് നിർത്തി. അവിടെ പോയി വരുന്നത് വരെ ഈ ടെൻഷൻ അവളിൽ നിന്ന് പോകില്ല എന്നവന് അറിയാമായിരുന്നു. ടെൻഷനുകൾക്കിടയിൽ 2 ദിവസം പെട്ടെന്ന് കഴിഞ്ഞുപോയി. ഇന്നാണ് സെജിനയുടെ കുടിയിരിക്കൽ. നിയാസും ഉമ്മയും ഉപ്പയൊക്കെ പരസ്പരം സംസാരിച്ചു. നല്ലൊരു എമൗണ്ട് സെജിനയ്ക്ക് നൽകാമെന്ന് തീരുമാനിച്ചു. അവൾ ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടെ. വീട്ടിലേക്ക് വേണ്ടതെല്ലാം നിയാസിൻ്റെ ഉപ്പയുടെ അനിയൻ അഥവാ സെജിനയുടെ ഉപ്പ വാങ്ങിക്കുന്നുണ്ട്.
അപ്പോൾ പിന്നെ തങ്ങളുടെ വക എന്ത് നൽകുമെന്ന് കൺഫ്യൂഷനായിരുന്നു. പണമാകുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാലോ. ഷാക്കിറയ്ക്ക് എന്നത്തേലും മോശം ദിവസമായി തോന്നി. അവൾക്ക് പോവാതിരിക്കാൻ കഴിയുകയുമില്ല. ശരീരവുമായി അത്ര ആഴത്തിലുള്ള കണക്ഷനാണ്. അവൾ എല്ലാം ഇന്നത്തെ ദിവസം അവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതാണ്. പോകാതെ ഒഴിഞ്ഞു മാറാൻ കഴിയാതെ ഷാക്കിറ പോകാൻ തന്നെ തീരുമാനിച്ചു. ഷാക്കിറയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പറഞ്ഞിരുന്നു. എങ്കിലും പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ വയ്യെന്നും പറഞ്ഞ് വീട്ടിലിരുന്നു. ഉമ്മയും ഷാക്കിറയും ബാക്കിലിരുന്നെങ്കിലും ഷാക്കിറ ആ യാത്രയിൽ പാടെ സൈലൻ്റ് ആയിരുന്നു. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ സെജിനയുടെ വീടിന് മുറ്റത്തേക്ക് കാർ പാർക്ക് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.